മൊറാൻഡിൻ ചേസ് നമ്പർ 681760. ഡയാനിലോ ഫ്രൈറ്റ് ചേസ് നമ്പർ 748562. എന്റെ സാറേ, ഈ വിദേശ കപ്പലിനൊക്കെ വല്ല കല്യാണിന്നോ പപ്പുളേന്നൊക്കെ പേരിട്ടാ പോരെ? ഇത് വെറുതെ മനുഷ്യനെ വലയ്ക്കാനായിട്ട്. അങ്ങനെ പേരിട്ട മീനൊന്നും വലയിലൊന്നും കയറിയൊന്നുമില്ല. കപ്പലിന്റെ പേരിനും ഷേപ്പിനൊക്കെ ഒരു ഗെറ്റപ്പ് ഒക്കെ വേണം. അതാ നല്ല മീനല്ല അവരുടെ വലയിൽ കയറുന്നതും അവരെല്ലാം നല്ല സെറ്റപ്പിലൊക്കെ ജീവിക്കുന്നതും. സാറേ, ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ആണോ? എനിക്ക് ഞാൻ മറ്റേ പലിശയില്ലാത്ത കാശിന്റെ കാര്യത്തിന് വേണ്ടിട്ട് കടലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തോ? എന്നാ പോയിക്കോ. പോകാനാ? പിന്നെ ഇവിടെ താമസിക്കണോ? അല്ല, ഞാൻ ആ കാശിന്റെ കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. വീട് പട്ടിണിയാണ് സാറേ. അയ്യോ, കണ്ടാലും തോന്നും ഇവിടുത്തെ കാശ് കിട്ടിയിട്ട് വേണോ പട്ടിണിക്കഞ്ഞി മേടിക്കാൻ? അങ്ങനെ അങ്ങാട് വെച്ചോ. നിങ്ങൾ മത്സ്യത്തൊഴിലാളി പെണ്ണുങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞ കടലാസൊക്കെ എഴുതി മേടിച്ചത് എന്തിനാണ്? പിന്നെ മേടിച്ചോ? എന്താണ് ഓർക്കണില്ലേ? റേഷൻ കാർഡിന്റെ കോപ്പിയും പിടിക്കണ മീനിന്റെ എണ്ണവും ഞങ്ങൾ മാസത്തിൽ എത്ര ദിവസം പട്ടിണി കിടക്കണ്ടെന്നൊക്കെ നിങ്ങൾ എഴുതി കുത്തിക്കൊണ്ട് പോയായിരുന്നല്ല. എന്റെ പേര് ശ്യാമള. ശരിക്കും ഓർത്ത് നോക്കിക്കണ്ടേ. വീട് കടലിന്റെ കിഴക്കേതില്. ഞാൻ എഴുതി തന്ന സമയവും തീയതിയൊക്കെ എന്റെ വീട്ടിൽ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടാ. ആണോ? എന്നാ അത് കുത്തി വെച്ച സ്ഥലത്ത് തന്നെ ഇരുന്നോട്ടെ. എന്താണ് ഈ പറയണത്? ഈ പെണ്ണുങ്ങൾക്ക് പലിശയില്ലാതെ കാശ് കൊടുക്കണത് ഞാനല്ല, ഈ സാറ. മാഡത്തിന് തന്നെ അങ്ങോട്ട് ശരിയാക്കി തരാൻ പാടില്ലേ? അയ്യോ, എനിക്ക് സമയമില്ല. എനിക്ക് വിദേശ കപ്പലിന്റെ ഡീറ്റെയിൽസ് എഴുതാനുണ്ട്. വിദേശ കപ്പലാ? കേട്ടിട്ടില്ലേ? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിരിമാറിലൂടെ ഒരു ജലകന്യകയെ പോലെ ഒഴുകി ഒഴുകി വൻ മത്സ്യങ്ങളെ പോലെ കോരിയെടുത്ത് കപ്പലിലിട്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പട്ടിണിക്കിട്ട് ഒന്നുമറിയാതെ അങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന വിദേശ കപ്പൽ കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്തിനാണ് ഈ വിദേശ കപ്പലിന്റെ കാര്യമൊക്കെ എന്നോട് പറയുന്നത്? ഞങ്ങളെ പോലെയുള്ള പാവത്തുങ്ങളുടെ വല്ലയിലും വെള്ളത്തിലും എന്തെങ്കിലും കയറിയാലേ ഞങ്ങളുടെ വെള്ളം നിറയത്തുള്ളൂ. ആഹാ, നിങ്ങൾക്ക് നിങ്ങളുടെ വെള്ളം നിറഞ്ഞാ മതി. സർക്കാരിന്റെ ഖജനാവ് ഒട്ടിക്കിടന്നാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇനി അത് ഞങ്ങൾ നിറക്കണായിരിക്കും. നിങ്ങൾ എല്ലാ ദിവസവും പോയിട്ട് ഈ ചാള അയിലയും പിടിക്കണോണ്ട് സർക്കാരിന് ഒരു ഗുണവും ഇല്ല. അതേസമയം അന്യനാട്ടുകാർക്ക് ഈ മീൻ പിടിക്കാനുള്ള പെർമിറ്റ് കൊടുക്കുകയാണെങ്കിൽ സർക്കാരിന് 10 പൈസ കിട്ടും. ഇതിപ്പോ എന്ന് നോക്കിയാലും ചാള അയില, അയില ചാള, ഒരു വ്യത്യാസവും ഇല്ലല്ലോ. നിങ്ങളെ കണ്ടിട്ട് മത്സ്യത്തൊഴിലാളിയാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ. അയ്യോ, ഞാൻ മത്സ്യത്തൊഴിലാളിയാണ് സാറേ. 16ാമത്തെ വയസ്സ് മുതൽ മീൻകൊട്ട പിടിക്കാൻ തുടങ്ങിയതാണ്. സാറിന്റെ കയ്യിലാട്ടൊന്ന് നോക്കിക്കേ, മീൻ തയ്യുമ്പോ കാണാം. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? നടന്നു വന്ന് കയ്യും വീശി. സാധാരണ മത്സ്യത്തൊഴിലാളികളിലൂടെ വരുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ ചെമ്മീനോ നെയ്മീനോ ആവോലിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണും. അതൊക്കെ കഴിക്കാനുള്ള കൊതിയൊന്നും കൊണ്ടല്ല പറഞ്ഞത്. വരുന്നവർക്കൊരു സന്തോഷം, ഞങ്ങൾക്കൊരു തൃപ്തി, അതുകൊണ്ട്. അതിന് 2 മാസമായിട്ട് കടലിൽ നിന്ന് എന്തെങ്കിലും കിട്ടണ്ടേ സാറേ? കിട്ടുമ്പോ തരാ, കാശ് കുറച്ച് തന്നാ മതി. കാശ് കൊടുത്ത് ഞാൻ മീൻ വാങ്ങിക്കാൻ? ഈ കസേരയിൽ സർവീസിൽ ഇരുന്നതിന് ശേഷം ഞാൻ മീൻ ചന്ത കണ്ടിട്ടില്ല. 2,33,000 വരുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവരെ ആശ്രയിച്ചു കഴിയുന്ന 10 ലക്ഷത്തോളം കുടുംബങ്ങൾക്കും വേണ്ടിയിട്ട് 141 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ അത് ബജറ്റിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബജറ്റ് കേട്ടിട്ടുണ്ടോ? ബജറ്റ് ഇല്ല, കേട്ടിട്ടില്ല. ബജി കേട്ടിട്ടുണ്ടോ? തിന്നണത് അത് കേട്ടിട്ടുണ്ട്. അത് ആലോചിച്ച് വെച്ചോ. ഞങ്ങള് പിന്നെ എന്ത് ചെയ്യും സാറേ? കടലിൽ നിന്ന് മീൻ കിട്ടാതെ ഈ പച്ചക്കറി കടയിലും പലചരക്ക് കടയിലൊക്കെ കാശ് ഞങ്ങൾ എങ്ങനെ കൊടുക്കും? അതിന് ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് പലിശക്ക് എടുക്കണം. 100-ന് വല്ല 10-30% പലിശ കൊടുത്താൽ മതിയാവും. എടുക്കാവുന്നിടത്തുനിന്നൊക്കെ എടുത്ത് ഇപ്പൊ അവര് ഞങ്ങളെ പിടിച്ചു നിർത്താനും ചീത്ത വിളിക്കാനൊക്കെ തുടങ്ങി. അതിന് നമുക്ക് വകുപ്പ് മന്ത്രിക്ക് ഒരു പരാതി കൊടുത്താൽ മതി. നിങ്ങൾ മത്സ്യത്തൊഴിലാളിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തരാം. അതിനിവിടെ ഒരു അപേക്ഷ തന്നാ മതി. മാനേജർ 15-ാം തീയതി ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് പലിശയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. സംസാരിക്കാം. പക്ഷെ 5 മിനിറ്റ് ഇവിടെ കാണുള്ളൂ. 5 മിനിറ്റാ? അപ്പൊ എങ്ങനെ സംസാരിക്കും? 10 ജില്ലക്കും കൂടി ഒരു മാനേജറാണ് ഉള്ളത്. പക്ഷെ മാനേജർ എപ്പോഴും കിട്ടുന്നില്ല. ശ്യാമള പോയിട്ട് പറഞ്ഞ ദിവസം വാ, അന്ന് കൈ വീശി വന്നേക്കല്ലേ കേട്ടാ. ഇനി വരുമ്പോ ശരിയാകുമല്ലോ അല്ലേ? ശരിയാക്കി തന്നെ ചെല്ലേ. കോട്ടെ.